താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിൽ നിന്ന് ചാടിയ പ്രതി പിടിയിൽ. തിരൂരങ്ങാടി സ്വദേശി ഷഫീഖാണ് പിടിയിലായത്. കാറിൽ MDMA കടത്തുന്നതിനിടെ പോലീസ് തടഞ്ഞപ്പോൾ ഇന്നലെ ചുരത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഇന്ന് രാവിലെ പരിക്കേറ്റ നിലയിൽ നടന്നു പോകുമ്പോൾ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ദീപക് മലയമ്മ ചേരുന്നു നമുക്കൊപ്പം. ദീപക് മലയമ്മ, ഷഫീഖിന്റെ വാഹനത്തിൽ MDMA ഉണ്ടായിരുന്നു. അതോടെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നോ ഈ ചാട്ടം? ഷഫീഖിനെ എങ്ങനെയാണ് ഇപ്പോൾ പിടിച്ചത്? രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇന്നലെ തിരൂരങ്ങാടി സ്വദേശിയായിട്ടുള്ള പ്രതി കൂടിയായ ഷഫീഖ് നടത്തിയിട്ടുണ്ടായിരുന്നത്. വാഹനം നിർത്തിയതിനു ശേഷം അവിടെ നിന്നും ചുരം വ്യൂ പോയിന്റിന്റെ സമീപത്ത് നിന്നും താഴ്ഭാഗത്തേക്ക് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിന് പിന്നാലെ തന്നെ പല വിധത്തിലുള്ള തെരച്ചിലുകൾ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ നടത്തിയെങ്കിലും ഷഫീഖിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ലക്കിടി മേഖലയിൽ നിന്ന് തന്നെയാണ് ഷഫീഖിനെ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയുള്ള അങ്കണവാടിയുടെ പരിസരത്ത് നിന്നാണ് നാട്ടുകാർ ഇദ്ദേഹത്തെ കാണുന്നതും പരിക്കേറ്റ നിലയിൽ കാണുന്നതും പോലീസിനെ അറിയിക്കുന്നതും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് പോലീസ് എത്തി ഇയാളെ പിടികൂടിയിട്ടുണ്ട്. നിലവിൽ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് ഷഫീഖിനെ മാറ്റിയിട്ടുണ്ട്. വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ സാരമായ പരിക്കുകൾ എന്നുള്ള നിലയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും MDMA കടത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പോലീസ് വാഹന പരിശോധനയിലേക്ക് കടക്കുന്നത്. ആ ഘട്ടത്തിൽ പ്രതി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് ചുരത്തിലെ വ്യൂ പോയിന്റിൽ നിന്നും താഴേക്ക് ചാടാനുള്ള നീക്കവും കൂടി നടത്തിയിട്ടുള്ളത്. ഇയാൾ മുൻപും സമാനമായ രീതിയിൽ ഇത്തരം കൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വാഹനത്തിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വാഹന ഉടമ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് തന്റെ അടുത്ത ബന്ധുവാണ് ആ വാഹനവുമായി പോയിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച കൃത്യത പോലീസിന് ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു രക്ഷപ്പെടൽ ശ്രമം എന്തുകൊണ്ടാണ് ഈ പ്രതി നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കൈവശം കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നോ, അത് മറയ്ക്കാൻ വേണ്ടിയാണോ ഇത്തരം നീക്കം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി അന്വേഷണം നടത്തുകയും ചെയ്യും. ഇനിയിപ്പോൾ വൈത്തിരി പോലീസ് നിലവിൽ താലൂക്ക് ആശുപത്രിയിലേക്കാണ് പ്രതിയെ എത്തിച്ചിട്ടുള്ളത്. കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്യും. സുജയ, വിവരങ്ങൾ നൽകിയത് ദീപക് മലയമ്മയാണ്.